ഹലോ നമസ്കാരം. എല്ലാവർക്കും ഈ പേജിലേക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് എൻ്റെ സ്വന്തം നാട്ടിലാണ്. അങ്കമാലി TB ജംഗ്ഷനിലാണ്. ഇത് കണ്ടോ, അങ്കമാലി TB ജംഗ്ഷനിലെ വൈകുന്നേരത്തെ ഒരു അവസ്ഥയാണിത്. ഒരു രീതിയിലും ഒരു സ്ഥലത്തേക്കും പോകാൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്കായി കിടക്കുകയാണ് വണ്ടികളെല്ലാം. മാർക്കറ്റിലേക്കും പോകാൻ പറ്റില്ല, കാലടി റോഡിലേക്കും പോകാൻ പറ്റില്ല, മഞ്ഞപ്ര റോഡിലേക്ക് മാത്രം ഒരു ഫ്രീ ലെഫ്റ്റ്. അത് വലിയ തെറ്റില്ലാത്ത രീതിയിൽ പോകാൻ പറ്റും ടൂ വീലറിന് മാത്രം. കാരണം ഇപ്പോഴത്തൊക്കെ വണ്ടികൾ നിറഞ്ഞു കിടക്കുകയാണ്. ഇത് കണ്ടോ, ഒരു രീതിയിലും ഒരു സ്ഥലത്തേക്കും പോകാൻ പറ്റില്ല. അപ്പോൾ ഇതിനെ പറ്റിയൊക്കെ ഫുൾ കാര്യങ്ങൾ വിശദമായിട്ട് നമ്മളോട് അവിടെയുള്ള ഓട്ടോ സ്റ്റാൻഡിലെ ചേട്ടന്മാർ നമ്മളോട് സംസാരിക്കുന്നതാണ്. ഹലോ നമസ്കാരം. ഹലോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് TB ജംഗ്ഷനിൽ ഉള്ളൊരു ഭയങ്കര ഹെവി ട്രാഫിക് എൻ്റെ ശ്രദ്ധയിൽ പല പ്രാവശ്യം പെട്ടിട്ടുണ്ട്. ഞാൻ ടാക്സി ഓടിക്കുന്ന ആളാണ്, പല പ്രാവശ്യം ഇവിടെ ഒന്ന് പെട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചത് നിങ്ങൾ പലരും പല ദിവസങ്ങളിലും ഈ ട്രാഫിക് നിയന്ത്രിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്ന് ഇന്നലെയും തുടങ്ങിയ ബ്ലോക്ക് അല്ലാന്ന് എനിക്ക് തോന്നണേ. അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ടും വ്യക്തമായിട്ടും പറയാൻ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ ചേട്ടൻ്റെ ഒരു അഭിപ്രായം എന്താണ് അതിനകത്ത്? എൻ്റെ അഭിപ്രായം, ഇത് ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല, അന്നൊന്നും നടക്കുന്ന സംഭവമല്ല. ഇവിടെ ട്രാഫിക്കിൽ ഒരാളില്ല. ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാൻ സ്റ്റേഷനിലേക്ക് 6 സ്ഥലത്ത് നിന്ന് വണ്ടി വന്നിട്ട് 6 സ്ഥലത്ത് നിന്ന് വണ്ടി വരുമ്പോൾ എനിക്ക് മുമ്പ് പോകണം. കാറാർക്കാണെങ്കിൽ ഭയങ്കര തിരക്കാണ്, ബൈക്കാർക്ക് അതിലും തിരക്ക്, എല്ലാവർക്കും തിരക്കാണ്, ഓട്ടോറിക്ഷക്കാർക്കും തിരക്കുണ്ടില്ല എന്ന് പറയാനുള്ള. അപ്പോൾ എല്ലാവരും കൂടിയാണ് ഈ ബ്ലോക്ക് ഉണ്ടാക്കണേ. അപ്പോൾ അതിന് വേണ്ടി ട്രാഫിക്കിൽ TB ജംഗ്ഷനിൽ ഒരാളെ ബ്ലോക്ക് വരും മാത്രം. ആദ്യം ഇവിടെ നിന്ന് പോയ സർക്കിൾ ഉണ്ടായിരുന്നു, ആ കട പേര് റിയാസ് സാറുണ്ടായിരുന്നു. ആ സാറുള്ള സമയത്ത് ബ്ലോക്ക് വരുമ്പോൾ ജീപ്പ് കൊണ്ട് വരും, ഉടനെ ബ്ലോക്ക് മാറ്റി പോകാറുണ്ട്. ഇപ്പോൾ ഒരു പോലീസുകാരോ അല്ല ആരോ വന്ന് ഇവിടെ നോക്കണില്ല. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലോക്ക് ഉണ്ടാവണതാ. ഓക്കെ, നിങ്ങൾക്ക് ഈ ബ്ലോക്ക് ഉള്ളതുകൊണ്ട് നിങ്ങൾക്കുള്ള ഞങ്ങൾക്ക് ഓട്ടമാമില്ല. പെണ്ണുങ്ങൾ വന്ന് നടന്നു പോകും പിള്ളേരെ കൊണ്ട്. ഈ വൈകുന്നേരം വന്ന് ഈ കടകളിൽ നിന്ന് പെണ്ണുങ്ങൾ ഓട്ടോറിക്ഷ വിളിക്കുമ്പോൾ ഞങ്ങളീ 30 രൂപയ്ക്ക് ഞങ്ങൾ വണ്ടി മാറ്റിയിടും. സ്റ്റാൻഡിൽ നിന്ന് വണ്ടി മാറ്റിയിടാണ്. ഈ 30 രൂപയ്ക്ക് ചേറങ്ങാവിൽ നിന്ന് നിങ്ങളുടെ ബ്ലോക്ക്, LF-ൻ്റെ ഇവിടുന്ന് ബ്ലോക്ക്, ഈ റൂട്ട് മാർക്കറ്റ് റോഡ് മൊത്തം ബ്ലോക്കാണ്. ഈ 30 രൂപയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് മോലാവോ, ഡീസലും കളയണം, ക്ലച്ച് കളയണം. അതുകൊണ്ട് ഇവിടുത്തെ ഡ്രൈവർമാർ വണ്ടി മറ്റോടത്ത് വീട്ടിൽ പോകും. കുറേ ആൾക്കാർ വീട്ടിൽ പോകും, കുറേ ആൾക്കാർ മാറ്റിയിടും സ്റ്റാൻഡിൽ നിന്ന്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് അരി മേടിക്കാൻ പറ്റില്ല. അടുത്ത ചേട്ടന്മാരെ ഒന്ന് പറയാമോ? ഇവിടുത്തെ പ്രധാന ബ്ലോക്കിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ LF-ൽ നിന്ന് തുടക്കം തന്നെ ബ്ലോക്ക് LF-ൽ നിന്ന് തുടക്കം വന്നിട്ട് പിന്നെ അങ്കമാലി വ്യാപിക്കുകയാണ്. അവിടെ കൃത്യമായ രീതിയിലുള്ള ട്രാഫിക് സംവിധാനം ഒരുക്കുകയാണെങ്കിൽ ഒന്നാമത് കുട്ടിക്കഴുത്ത് പോലെയാണ് അവിടെ നിന്നും കൂടി വരുമ്പോൾ ഉള്ള റോഡിൻ്റെ വീതി. ഇപ്പം നോക്കിയാൽ അശാസ്ത്രീയമായ രീതിയിലുള്ള റോഡ് നിർമ്മാണങ്ങൾ നടത്തിക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്തോറും ക്യാപ്ചർ റോഡിൻ്റെ അറ്റം എത്തുമ്പോൾ ഒരു കുട്ടിക്കഴുത്ത് പോലെയാണ് അവിടെ. പിന്നെ LF-ൽ നിന്ന് വരുന്നതും പോകുന്നതുമായ വണ്ടികൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ബ്ലോക്ക് വരാണ് അവിടെ നിന്ന് തുടങ്ങാണ് ബ്ലോക്ക്. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ ഒരു മീൻകട, നമ്മളവരെ കുറ്റം പറയുന്നത് മീൻകട വരുമ്പോൾ അതിൻ്റെ ബ്ലോക്കും ഉണ്ട്. അപ്പോൾ ഈ ബ്ലോക്ക് പരിഹരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ട്രാഫിക് വാർഡന്മാരെ നിയമിച്ച് സംവിധാനങ്ങൾ ഒരുക്കിയിട്ട് വേണം ഈ ബ്ലോക്ക് മാറ്റാൻ. പക്ഷേ അതിനുള്ള സജ്ജീകരണങ്ങൾ നമ്മുടെ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. പ്രധാനമായിട്ടും ഈ പറഞ്ഞ മുനിസിപ്പാലിറ്റികളിലൊക്കെയും ട്രാഫിക് ഈ നമ്മുടെ എല്ലാ ആൾക്കാരെയും അഡ്വൈസ് കമ്മിറ്റി ഉണ്ട്, അതൊക്കെയും കൂടി ഉചിതമായ രീതിയിൽ ബ്ലോക്ക് തീർക്കാനുള്ള ഒരു നടപടികൾ ഉണ്ടാവണമെന്ന് ഞങ്ങൾ ഓട്ടോറിക്ഷക്കാരുടെ ഇന്നലെ ഞങ്ങളുടെ ഓട്ടം കുറയാണ്. ഞങ്ങൾക്കൊരു സ്വതവേ രാത്രികളിൽ ഓട്ടം, ഒരു വൈകുന്നേരം ആകുമ്പോൾ ഓട്ടം ഉണ്ടാകും, പക്ഷേ എപ്പോഴും ബ്ലോക്കാണ്. ഈ ബ്ലോക്ക് ആയതുകൊണ്ട് നമുക്ക് ഓട്ടോറിക്ഷ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റുന്നില്ല. പല ആളുകളും നമ്മുടെ ഓട്ടം വിളിക്കാൻ വരുമ്പോൾ നമ്മൾ ഈ ബ്ലോക്കിൽ പെട്ട് പോകണം. അതുകൊണ്ട് നമുക്ക് തീരെ ഓട്ടം കുറവാണ്. അപ്പോൾ പരിഹാരം ഉണ്ടാക്കണം. അധികാരികളോട് നമുക്ക് പറയാനുള്ളത് ഉചിതമായ നടപടികൾ ഉണ്ടാവണം. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് കാര്യമില്ല. നമ്മളൊരു സിഗ്നലിൽ ഇവിടെ ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ അധികാരികൾ വിളിക്കുമ്പോൾ ഒന്നാമത് വന്നില്ല, എന്താ കാരണമെന്ന് നമുക്കറിയില്ല. അപ്പം ഞങ്ങൾ തന്നെയാണ് പല ഇതിലും ദിവസങ്ങളിലും ഞങ്ങൾ തന്നെ ബ്ലോക്ക് നിർത്തുക. പക്ഷേ ബ്ലോക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ മുൻകൈ എടുക്കുമ്പോൾ ഡ്രൈവർമാരായിട്ട് തല്ല് പിടിക്കേണ്ട ഒരു അവസ്ഥയാണ് നമുക്ക് ഉണ്ടാകുന്നത്. നമുക്ക് അതിനുള്ള അധികാരമില്ല. നമ്മൾ പിന്നെ തല്ല് പിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന് അധികാരമില്ല. നമ്മൾ ഒന്ന് തടുത്ത് നിർത്തി കഴിയുമ്പോൾ അവർക്ക് പെട്ടെന്ന് പോകണം. നമ്മളിവിടെ ബ്ലോക്ക് നിർത്തി അപ്പുറത്തേക്ക് വരുമ്പോഴേക്കും ഇവർ ബ്ലോക്ക് ഉണ്ടാക്കും. അപ്പോൾ
ഞങ്ങൾ കുറേ നാളെ ഇത് ഈ പരിപാടി തന്നെ ഞങ്ങളുടെ പരിപാടി, ഓട്ടോ ഇല്ല, ഞങ്ങൾ ഈ ബ്ലോക്ക് മാറ്റുള്ള പരിപാടി. അപ്പോൾ ഉചിതമായ തീരുമാനങ്ങൾ ഉണ്ടാവണമെന്നാണ് ഈ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി അപേക്ഷിക്കാനുള്ളത്. ഓ, ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് സുജി പുളിക്കൽ. അടുത്ത ആള് ഒന്ന് പറയാമോ? ഇവിടെ നമ്മുടെ ഈ റോട്ടിൽ ഫെഡറൽ ബാങ്ക് തുടങ്ങി LF വരെ വൺ സൈഡ് പാർക്കിംഗ് ആക്കി കഴിഞ്ഞാൽ കുറേ മാറിക്കോളും. ഇത് വൺ സൈഡ് കറക്റ്റാക്കി ഇരിക്കണം. ആ ഒരു സൈഡ് മാത്രമേ വണ്ടികൾ ഇടാവൂ. വേറെ ഒറ്റ വണ്ടി വന്നാലും അത് ചാർജ് ചെയ്യുക, അല്ലെങ്കിൽ അതിനുള്ള നിബന്ധനകൾ. പോലീസുകാർ ഒരു 2 ദിവസം നിൽക്കും, രണ്ടെണ്ണത്തെ മുട്ടിച്ച് പോയിട്ടൊന്നും കാര്യമൊന്നുമില്ല. അത് കർശനമായിട്ട് വൺ സൈഡ് പാർക്കിംഗ് മാത്രം ഉണ്ടായ ഈ റോഡിൻ്റെ ബ്ലോക്കിങ് കുറേ മാറും. അതിലുപരി ഇപ്പോൾ മുനിസിപ്പാലിറ്റിയിലായാലും സ്റ്റേഷനിലായാലും എന്തെങ്കിലും ട്രാഫിക്കിൻ്റെ ഒരു മീറ്റിംഗ് ഞങ്ങളെ വിളിക്കണില്ല. ആദ്യമൊക്കെ ഞങ്ങളൊക്കെ വിളിച്ചുകൊണ്ടിരുന്നായിരുന്നു, അതെങ്ങനെ പോകാം, ഏത് രീതിയിൽ ഉണ്ടാക്കാം എന്നുള്ള രീതിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആരും വിളിക്കണമില്ല, ഞങ്ങളോട്ട് പോകണമില്ല. ഇവിടെ ആൾക്കാരോട് ഞങ്ങൾ തടുത്തിരുത്തി പറഞ്ഞു കഴിയുമ്പോൾ അവർ ചൂടാവാണ് നമ്മുടെ അടുത്ത്. ശരിയാണ്. നമ്മളീ പൊരുവെയിലത്ത് ഇറങ്ങി നിന്നിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യണേ. ഒന്നാമത്തേൽ ഈ വാർഡന്മാർ പറഞ്ഞാൽ കേൾക്കണില്ല. പോലീസുകാരില്ലെങ്കിൽ അവർക്ക് ഒരു പേടിയില്ല. വാർഡന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കയറ്റി കൊണ്ടുപോകണം അങ്ങോട്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഇവിടെ പോലീസുകാർ തന്നെ നിന്ന് കുറച്ച് ദിവസത്തേക്ക് നിന്ന് ആ ബ്ലോക്ക് മാറ്റി. ഈ ഏറ്റവും കൂടുതൽ ഈ സൈഡിൽ പാർക്ക് ചെയ്യണ വണ്ടിയാണ്. ഇപ്പോൾ അവിടെ മീൻകട വന്നതോടുകൂടി ആ മീൻകടയുടെ അടുത്ത് വണ്ടികൾ പാർക്ക് ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് വരുന്ന വണ്ടികൾക്ക് അങ്ങനെ ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. അവിടെ 2 സൈഡിലും ബോർഡ് ഉണ്ടല്ലോ, നോ പാർക്കിങ്ങിന്റെ. ഉണ്ട്, ബോർഡുകളൊക്കെ ഉണ്ട്. ഇത് അങ്ങേറ്റം തുടങ്ങി ഫെഡറൽ ബാങ്ക് വരെ നോ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. പക്ഷേ അതിലൊന്നും കാര്യമില്ല. ആൾക്കാർ വണ്ടി ഇട്ടുകൊണ്ട് പോവാണ്, കാലത്ത് തന്നെ വണ്ടി ഇട്ടുകൊണ്ട് പോവാണ്. ജോലിക്ക് പോണവരായാലും ശരി, LF വന്നേക്കുന്ന ആൾക്കാരായാലും ശരി. ഈ LFന്റെ സമ്പ്രദായം തന്നെ ശരിയല്ല. അതിൻ്റെ ആ ഗേറ്റിൽ നിന്ന് വരുന്ന വണ്ടി ഉള്ള കാരണം അവിടെ നിന്ന് വിടുന്ന വണ്ടികൾ ഈ സൈഡിൽ കൂടെ വരണേ, ഈ ഗേറ്റിൽ കൂടെ. അപ്പോൾ അതും മാറ്റിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ അവരെയൊക്കെ വിളിച്ച് കൂട്ടിയിട്ട് മാറ്റിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. ഇവിടെ ഒരു സിഗ്നൽ സംവിധാനം വന്നാൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവും? സിഗ്നൽ സമ്പ്രദായം വരാനായിട്ട് നമ്മുടെ ഇവിടെ ഗ്യാപ്പ് ഉണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല. സിഗ്നൽ സമ്പ്രദായം വന്നാൽ നല്ലതാണ്. അതെ, അത് ഇവിടെ അത്രത്തോളം ഗ്യാപ്പുണ്ടോ, അത് ഇനി എടുക്കാനുണ്ടോ, ഇതൊന്നും നമുക്കറിയില്ല അതിനെപ്പറ്റി. അതൊക്കെ ഉദ്യോഗസ്ഥന്മാരായിട്ട് ആലോചിച്ച് നമുക്ക് ഞങ്ങൾ ഏത് കമ്മിറ്റിക്ക് വരണമെന്നുണ്ടെങ്കിലും ഞങ്ങൾ വരാൻ തയ്യാറാണ്. അത്രയൊക്കെ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ TV ജംഗ്ഷനിലെ ബ്ലോക്ക് മൂലം അവിടുത്തെ ഓട്ടോ ചേട്ടന്മാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അവരുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ ഈ ചെറിയ വീഡിയോയിലൂടെ നിങ്ങൾ കേട്ടു. ഇതുകൊണ്ട് ഓട്ടോ ചേട്ടൻ ട്രാഫിക് കയറി ഞാനുണ്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഓട്ടോറിക്ഷക്കാർക്ക് ബുദ്ധിമുട്ടുള്ള പോലെ തന്നെ ഈ TV ജംഗ്ഷനോട് ചേർന്നുള്ള കടക്കാർക്കും മറ്റു പല ബിസിനസ്സുകളും ഉണ്ടല്ലോ അവിടെ അടുത്ത്, അവർക്കൊക്കെ പല പല പ്രശ്നങ്ങളും ഈ ബ്ലോക്ക് മൂലം ഉണ്ടാവും. അപ്പോൾ അവരുടെ വിശേഷങ്ങളുമായി അടുത്ത ദിവസങ്ങളിൽ അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ബൈ ബൈ.